തിരുവനന്തപുരത്ത് നിന്ന് മഴക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ പരിശോധിക്കാം. തിരുവനന്തപുരം മധുര എക്സ്പ്രസ്, അതുപോലെ തിരുവനന്തപുരം നിലമ്പൂർ എക്സ്പ്രസ്, തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ 3 മണിക്കൂർ വൈകി ഓടുന്നുവെന്നാണ് വിവരം. തിരുവനന്തപുരം മംഗലാപുരം മാവേലി എക്സ്പ്രസ് 4 മണിക്കൂറാണ് വൈകി ഓടുന്നത്. വിവരങ്ങളുമായി വി ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, നല്ല മഴ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏതൊക്കെ ട്രെയിനുകൾ വൈകി ഓടുന്നുവെന്നാണ് ഇന്ത്യൻ റെയിൽവേ അറിയിക്കുന്നത്? സദേൺ റെയിൽവേ നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മഴയിലുണ്ടായ ചില അപകടങ്ങളിൽ ട്രാക്കിലേക്ക് മരം വീണും മറ്റും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും പല ട്രെയിനുകളും വൈകി ഓടുന്നു. തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് 3 മണിക്കൂറാണ് വൈകി ഓടുന്നത്. തിരുവനന്തപുരം നിലമ്പൂർ രാജറാണി എക്സ്പ്രസും 3 മണിക്കൂറോളം വൈകി ഓടുന്നു എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസും വൈകി ഓടുന്നുണ്ട്. ഒപ്പം തന്നെ മാവേലി എക്സ്പ്രസും വൈകി ഓടുന്നു. ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസും ഒപ്പം തന്നെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ 2 മണിക്കൂർ വൈകി ഓടുന്നു. മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസും ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഇന്ന് പുറപ്പെടേണ്ട തിരുവനന്തപുരം നോർത്ത് ഗോരഖ്പൂർ രക്തസാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് റെയിൽവേ റദ്ദാക്കിയിട്ടുണ്ട്. സർവീസ് ഉണ്ടാകില്ല. ഒപ്പം തന്നെ മംഗലാപുരത്തിന് ഭാഗത്തു നിന്ന് വരുന്ന മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളും വൈകി ഓടുന്നുണ്ട്. അങ്ങനെ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലൂടെയും കടന്നു പോകുന്ന മിക്ക ട്രെയിനുകളും അരമണിക്കൂറെങ്കിലും വൈകി ഓടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ പ്രാദേശികമായി ഓടുന്ന മെമു ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവ കൃത്യസമയത്ത് പ്രവർത്തനം നടത്തുന്നു, സർവീസ് നടത്തുന്നു എന്നാണ് റെയിൽവേ എന്തായാലും പറയുന്നത്. അല്പസമയം കൂടിയെടുക്കും ഈ സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാകാൻ എന്നാണ് റെയിൽവേ പറയുന്നത്. കാരണം ഇന്നലെ രാത്രി കോഴിക്കോടും മറ്റിടങ്ങളിലും എറണാകുളത്ത് ഉൾപ്പെടെ ട്രാക്കിലേക്ക് മരം വീണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നീട് രാത്രി ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് ഈ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഒരു ശ്രമം റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടത് മൂലം വലിയ തോതിൽ ട്രെയിനുകൾ പലയിടങ്ങളിലും പിടിച്ചിട്ടിരുന്നു. എന്തായാലും അത് ഇനിയും കുറച്ച് മണിക്കൂറുകൾ കൂടി എടുക്കും ട്രെയിനുകൾ പൂർവ്വസ്ഥിതിയിലാകാനെന്നാണ് റെയിൽവേ എന്തായാലും വ്യക്തമാക്കുന്നത്. ട്രെയിനുകൾ വൈകിയാണെങ്കിലും സർവീസ് നിലവിൽ നടത്തുന്നുണ്ട്. ഒരു ട്രെയിൻ മാത്രമാണ് റെയിൽവേ റദ്ദാക്കിയിരിക്കുന്നത്. ഈ മഴയും മറ്റും കനക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ട്രാക്കിലേക്ക് മരവും മറ്റും ഇതും വീഴാതിരിക്കാനുള്ള ഒരു കരുതൽ നടപടികൾ കൂടി റെയിൽവേ ആരംഭിച്ചിട്ടുണ്ട്. ഈ ട്രാക്കിനോട് ചേർന്നുള്ള മരങ്ങൾ ഉൾപ്പെടെ വെട്ടാനാണ് റെയിൽവേയുടെ ഒരു തീരുമാനം. എന്തായാലും സംസ്ഥാനത്ത് ഭൂരിഭാഗം ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. മെമു ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവ കൃത്യസമയം പാലിക്കുന്നുവെന്ന് റെയിൽവേ അറിയിക്കുന്നുണ്ട്. പ്രഭിത. ശരി.